16-ാം നൂറ്റാണ്ടിൽ തെക്കേ അമേരിക്കയിലെ പെറുവിൽ ആൻഡീസ് പർവ്വതനിരകളിൽ കൊളംബിയൻ കാലഘട്ടത്തിന് മുൻപ് നിലനിന്നിരുന്ന സാമ്രാജ്യമായിരുന്നു ഇൻക സാമ്രാജ്യം. സ്പാനിഷ് അധിനിവേശ ശക്തികളുടെ വരവോടുകൂടി അതിക്രൂരമായ ആക്രമണത്തിൽ ജീവൻ രക്ഷിക്കാനായി സ്വന്തം ജന്മനാട് ഉപേക്ഷിച്ച് ഓടിപ്പോകേണ്ടി വന്ന ഒരു സാമ്രാജ്യമായിരുന്നു ഇൻക. ഓടിപ്പോയ ഇൻകകൾ അവരുടെ സുരക്ഷിത സ്ഥാനം കണ്ടെത്തി അവിടെ അവർ ശക്തമായ ഒരു സാമ്രാജ്യം പണിതുയർത്തി. അവരുടെ ശത്രുക്കൾ കടന്നു വരാതിരിക്കാൻ ആ നഗരത്തിൽ അവർ പ്രതിരോധങ്ങൾ തീർത്തു. കാലങ്ങൾ കടന്നുപോയി, തലമുറകൾ മാറി മാറി വന്നു. ഒടുവിൽ അവിടെയും ശത്രുക്കൾ കടന്നു വന്നു. ജീവൻ രക്ഷിക്കാനായി പലരും സ്വന്തം നഗരം വിട്ട് ഓടിപ്പോയി. ആ നഗരം സംരക്ഷിക്കാനായി പൊരുതി നിന്നവർ മരണപ്പെടുകയും ചെയ്തു. ഏറ്റവും അവസാനത്തെയാൾ ആ നഗരം വിട്ടുപോകുമ്പോൾ ഒറ്റപ്പെട്ടു പോയത് ഒരു നാഗരികതയുടെ സംസ്കാരത്തിൻ്റെ ബാക്കി പത്രമായിരുന്നു. കാലം കടന്നുപോയി, നഗരം ഉപേക്ഷിച്ചു പോയവർ മരണപ്പെട്ടു. എങ്കിലും നഗരത്തിൻ്റെ പേരും പെരുമയും ഒരു വായ്മൊഴി പോലെ തലമുറകൾ കൈമാറി വന്നു. ആ നഗരം എവിടെയാണ് എന്നും അവിടേക്ക് പോകേണ്ട വഴി ഏതാണ് എന്ന് പോലും ആർക്കും അറിയാതെയായി. പക്ഷേ 1911 ഹെറാം ബിങ്ഹാം എന്ന പരിവേഷകൻ നഷ്ടപ്പെട്ടു പോയ ആ നഗരം തേടി യാത്ര തുടങ്ങി. ആ നഗരത്തിൻ്റെ പേര് മാച്ചു പിച്ചു എന്നായിരുന്നു. എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയ, മനുഷ്യരാശിക്ക് കയ്യെത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധം പ്രകൃതിയിൽ മറഞ്ഞുപോയ ആ മഹാനഗരത്തെപ്പറ്റി ഹെറാം ബിങ്ഹാം എങ്ങനെയാണ് അറിഞ്ഞത്? അതിനെ അന്വേഷിച്ചു പോകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്താണ്? പിൽക്കാലത്ത് മഹാത്ഭുതങ്ങളിൽ ഒന്നായി മാറിയ മാച്ചു പിച്ചു എന്ന ആ അത്ഭുത നഗരം അദ്ദേഹം തേടിപ്പിടിച്ചത് എങ്ങനെയാണ്? ഹെറാം ബിങ്ഹാം നടത്തിയ ഈ പരിവേഷണ യാത്ര വളരെ ത്രസിപ്പിക്കുന്നത് തന്നെയാണ്. ചരിത്ര താളുകളിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ട ഈ ചരിത്രയാത്രയ്ക്കൊപ്പം നമുക്കും സഞ്ചരിക്കാം. ഐ ആം ബാലു പടിപ്പുരയിൽ. വെൽക്കം ടു ഫ്ലാഷ് ബാക്ക്. ഒരു ഹോളിവുഡ് നായകന്റെ സൗന്ദര്യവും ശരീരഘടനയും 6.5 അടി ഉയരവും വരുന്ന അതിസുന്ദരനായ യുവാവ് തന്നെയായിരുന്നു ഹെറാം ബിങ്ഹാം. സാഹസിക യാത്രകളിലും അന്വേഷണങ്ങളിലുമൊക്കെ അതിയായ അഭിരുചിയുണ്ടായിരുന്ന ഒരു യുവാവായിരുന്നു അദ്ദേഹം. അതികഠിനമായ ഭീകരമായ പരിവേഷണ യാത്രകൾ നടത്തിയിരുന്ന ഒരാളായിരുന്നില്ല ഹെറാം ബിങ്ഹാം. ഹവായിൻ രാജ്യത്തിലെ ആദ്യകാല പ്രൊട്ടസ്റ്റന്റ് മിഷണറിയായിരുന്ന ക്ലാര ബ്രൂസ്റ്റിൻ്റെയും ഹെറാം ബിങ്ഹാമിൻ്റെയും രണ്ടാമത്തെ മകനായിട്ടാണ് 1875 നവംബർ 19 ഹെറാം ബിങ്ഹാം മൂന്നാമൻ ജനിക്കുന്നത്. 1882 മുതൽ 1892 വരെയുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം അദ്ദേഹം നേടിയത് ഹവായിലെ പുനാഹൗ എന്ന സ്കൂളിൽ നിന്നുമാണ്. ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനായി കൗമാരത്തിൽ തന്നെ ബിങ്ഹാം അമേരിക്കയിൽ എത്തുന്നു. 1900 കാലിഫോർണിയയിൽ നിന്നും ബിരുദം നേടിയ ബിങ്ഹാം ലാറ്റിൻ അമേരിക്കൻ ചരിത്രത്തിലാണ് ആദ്യം താല്പര്യം കാണിച്ചത്. അക്കാഡമിക്, പരിവേഷണം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. 1911 ലാറ്റിൻ ഭാഷയിൽ വൈദഗ്ധ്യം നേടിയ യുവ പണ്ഡിതനായ ബിങ്ഹാം പഠനമൊക്കെ പൂർത്തിയാക്കുന്നു. റോയൽ ഫാമിലി ആയതുകൊണ്ട് തന്നെ സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലുള്ള ജീവിതമാണ് അദ്ദേഹം നയിച്ചു പോകുന്നത്. 36 വയസ്സുള്ളപ്പോൾ ആൽഫ്രേഡ മിച്ചൽ എന്ന യുവതിയെ അദ്ദേഹം വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ കിട്ടേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം അതിലൊന്നും സന്തുഷ്ടനായിരുന്നില്ല. എങ്ങനെയും പ്രശസ്തനാകണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രം അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. ഇതിന്റെ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ മുൻപുള്ള തലമുറയായ, അതായത് അദ്ദേഹത്തിന്റെ മുത്തച്ഛനായ ഹെറാം ബിങ്ഹാം ഒന്നാമൻ, അതുപോലെ തന്നെ പിതാവായ ഹെറാം ബിങ്ഹാം രണ്ടാമൻ എന്നിവർ വളരെ പ്രശസ്തരായിരുന്നു. അവരെയൊക്കെ പോലെ തന്നെ ലോകമറിയുന്ന ഒരാളായി മാറണമെന്നും പ്രശസ്തനാകണമെന്നും ബിങ്ഹാം, അതായത് ഹെറാം ബിങ്ഹാം മൂന്നാമൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. പഠിച്ച യേൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പ്രൊഫസറായി ജോലി ലഭിച്ചുവെങ്കിലും ഒരു പ്രൊഫസറായി ജീവിക്കാനായിരുന്നില്ല അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. 1909 ബിങ്ഹാം പെറുവിലേക്ക് പോകുന്നു. ബോണീസ് ഐറസിനും ലീമയ്ക്കും ഇടയിലുള്ള സ്പാനിഷ് വ്യാപാരപാതകളെക്കുറിച്ച് പഠനം നടത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഈ യാത്രയാണ് അദ്ദേഹത്തെ ഇൻഡീസ് പർവ്വതനിരകളോട് അടുപ്പിക്കുന്നത്. ബിങ്ഹാമിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച സംഭവമായിരുന്നു ഈ യാത്ര. ചരിത്രാതീത അമേരിക്കൻ ചരിത്രത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ചുവടുവെപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ യാത്രയെ വിശേഷിപ്പിക്കാം. അങ്ങനെ ബിങ്ഹാം പോലും സ്വയം അറിയാതെയാണ് അദ്ദേഹത്തിന്റെ അഭിലാഷമായ ലോക പ്രശസ്തിയിലേക്ക് നടന്നു കയറിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ യാത്രയിൽ അദ്ദേഹം ആദ്യം ചെന്നെത്തിയത് ചോക്കി സിറർ എന്ന ഒരു പുരാതനമായ ഇൻക സാമ്രാജ്യത്തിന്റെ പ്രദേശത്തേക്കാണ്. സ്വർണത്തിന്റെ കളിത്തൊട്ടിൽ എന്നാണ് ചോക്കി സിറൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ പ്രദേശം വളരെ കുറച്ചു മാത്രം ആൾക്കാർക്ക് അറിവുള്ള ഒരിടമായിരുന്നു. ഈ ഇൻക സാമ്രാജ്യത്തോടും അവരുടെ നിർമ്മിതിയോടും ഹെറാം ബിങ്ഹാമിന് ഒരു പ്രത്യേക താല്പര്യം ഉടലെടുക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 10,000 അടി ഉയരത്തിൽ ഇൻക സാമ്രാജ്യത്തിന്റെ ചില അവശിഷ്ടങ്ങൾ ഉണ്ടെന്ന വിവരം ലഭിക്കുന്നതോടെ ഇത് തേടിപ്പോകാൻ അദ്ദേഹം തീരുമാനിച്ചു. കണ്ണെത്താ ദൂരത്തോളം നിരന്നു കിടക്കുന്ന മഞ്ഞുമൂടിയ പർവ്വതനിരകളുടെ തണുപ്പിലും അതിൻ്റെ താഴെ കുത്തിയൊലിക്കുന്ന ഉപ്പ് പമാക് എന്ന നദിയുടെ ഗർജനത്തിന്റെ ഇടയിലൂടെയും
അതിമനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹം ആ യാത്ര നടത്തുന്നു. ഹെറാം ബിങ്ഹാം തൻ്റെ 2 സുഹൃത്തുക്കൾക്കൊപ്പം കുത്തനെയുള്ള പർവ്വതങ്ങളിലേക്ക് യാത്ര തുടങ്ങി. യാത്രയിൽ കൂടുതൽ സമയവും വളരെ കഠിനമായ കുത്തനെയുള്ള പാതകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇരു കാലിലും നടക്കുന്നതിൽ കൂടുതലും 2 കൈയും 2 കാലും ഉപയോഗിച്ച് ഇഴഞ്ഞു കയറേണ്ട ഇടങ്ങളായിരുന്നു ആ യാത്രയിൽ അവരെ കൂടുതലും കാത്തിരുന്നത്. മുകളിലേക്ക് അവർ വലിഞ്ഞു കയറുമ്പോൾ അവരെ ചുറ്റമിട്ട് പറക്കുന്ന കഴുകന്മാരെ അവർ കണ്ടു. ഒരുപക്ഷെ ഈ യാത്ര ചെയ്യുന്ന തങ്ങളുടെ അപകടം കാത്തായിരിക്കാം അവ തങ്ങളെ വട്ടമിട്ട് പറക്കുന്നത് എന്ന് ബിങ്ഹാമിന് തോന്നി. അത്ഭുതകരമായ പ്രകൃതി ഭംഗിയെ ആസ്വദിച്ച് അപകടകരമായ ആ യാത്ര അവർ തുടർന്നു. സാധാരണ ആൻഡീസ് പർവ്വതനിരകളിലെ യാത്ര പോലെ കഠിനമായിരുന്നില്ല ഈ യാത്ര. ഇടതൂർന്ന കാടുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. മറികടക്കാനാകാത്ത വഴികളും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ആ മല കയറി അവർ മുകളിലെത്തി. അവിടെ കണ്ട കാഴ്ച ബിങ്ഹാമിനെ വളരെയധികം അമ്പരപ്പിച്ചു. ആ പർവ്വതത്തിന് മുകളിൽ ഒരു പരന്ന പ്രദേശം. അവിടെ അതിമനോഹരമായി നിർമ്മിക്കപ്പെട്ട ഒരു ചെറു ഗ്രാമത്തിന്റെ അവശിഷ്ടങ്ങൾ. അതൊക്കെ 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഇൻക സാമ്രാജ്യത്തിന്റെ നാമമാത്ര അവശേഷിപ്പ് മാത്രമായിരുന്നു. വളരെ മനോഹരമായി പണിതീർത്ത വാസസ്ഥലങ്ങളും അതിനെ സംരക്ഷിച്ചു നിർത്തുന്ന സുരക്ഷാ കോട്ടകളുമൊക്കെ അവിടെ അദ്ദേഹം കണ്ടു. ഏതോ മഹത്തായ തലസ്ഥാന നഗരിയിലേക്കുള്ള ശത്രുക്കളുടെ പ്രവേശനത്തെ പ്രതിരോധിക്കാനായി കെട്ടിപ്പൊക്കിയ പ്രതിരോധ കോട്ടകളുടെ അവശിഷ്ടങ്ങൾ അവിടെ കാണാൻ അദ്ദേഹത്തിന് സാധിച്ചു. അവിടെ വെച്ച് ബിങ്ഹാം തൻ്റെ ഭാര്യയ്ക്ക് ഒരു കുറിപ്പെഴുതി. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ത്രസിപ്പിക്കുന്ന ഒരിടം. അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ നിനക്ക് ഈ കുറിപ്പെഴുതുന്നത്. ഈ സ്ഥലവും ഇവിടെ ഒളിഞ്ഞു കിടക്കുന്ന ചരിത്രവും എന്നെ വല്ലാതെ ആകർഷിക്കുന്നു. ഇതായിരുന്നു ആ കുറിപ്പിൽ ഉണ്ടായിരുന്നത്. ഇൻക സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ അദ്ദേഹത്തിൽ അത്ഭുതമുളവാക്കി. കാരണം ഇൻക സാമ്രാജ്യത്തെക്കുറിച്ച് ഇതിനു മുൻപ് അദ്ദേഹം വളരെ കുറച്ച് മാത്രമേ കേട്ടിരുന്നുള്ളൂ. അവർ നേടിയ നേട്ടങ്ങളെപ്പറ്റി ബിങ്ഹാമിന് ഒരറിവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് കിട്ടിയ വളരെ കുറച്ചു മാത്രം അറിവുകളിൽ നിന്നും ഒരു ചെറുഗോത്രം മാത്രമായിരുന്നു അത് എന്ന അറിവ് മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. തെക്കേ അമേരിക്കയുടെ ചരിത്രത്തിലെ ബിങ്ഹാമിന്റെ ആദ്യ ചുവടുവെപ്പായിരുന്നു അത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ദിശയെ തന്നെ മാറ്റിമറിച്ച സംഭവം. സ്പാനിഷ് കടന്നുകയറ്റത്തിന്റെ കാലഘട്ടത്തിൽ മാത്രം പരിമിതപ്പെടുത്തിയിരുന്ന തെക്കേ അമേരിക്കയുടെ യഥാർത്ഥ ചരിത്രം ഈ പർവ്വതമുകളിൽ ഇൻക സാമ്രാജ്യത്തിന്റെ അവശേഷിപ്പുകളിൽ മറഞ്ഞു കിടക്കുന്നത് അദ്ദേഹം കണ്ടു. പെറുവിന്റെ ചരിത്രത്തിലെ ഇതുവരെ ആരും കടന്നു ചെന്നിട്ടില്ലാത്ത ഒരു ചരിത്രത്തിന്റെ ഭാഗം അദ്ദേഹത്തെ വളരെയധികം ആകർഷിച്ചു. അത് എന്തൊക്കെയെന്നറിയാൻ, അതിന് പിന്നിലെ രഹസ്യങ്ങൾ അറിയാൻ ഇൻക സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചു. ഒടുവിൽ ഇൻക സാമ്രാജ്യത്തിന്റെ ചരിത്രം തേടി യാത്രയാകാൻ ബിങ്ഹാം തീരുമാനിക്കുന്നു. താൻ തേടിപ്പോകുന്നത് മറന്നുപോയ ഒരു സാമ്രാജ്യത്തിന്റെ അവശേഷിപ്പുകൾ നിലനിൽക്കുന്ന ഒരു നഗരമാണെന്ന് അദ്ദേഹം ഭാവനയിൽ കണ്ടു. അവിടെ നിന്നും തിരികെ എത്തിയതിനു ശേഷം വളരെ വൈകാതെ തന്നെ യേൽ ലൈബ്രറിയിലേക്കാണ് അദ്ദേഹം ചെന്നെത്തുന്നത്. അവിടെ ഇൻക സാമ്രാജ്യത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ബുക്കുകൾ തിരയുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. സ്പാനിഷ് ചരിത്രം പേറുന്ന ബുക്കുകളിലായിരിക്കും ഈ സാമ്രാജ്യത്തിന്റെ ബാക്കി പത്രം ഉണ്ടാവുക എന്ന് അദ്ദേഹത്തിന് നന്നായി തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരഞ്ഞതും അതുപോലെയുള്ള ബുക്കുകൾ തന്നെയായിരുന്നു. സ്പെയിനിന്റെ സുവർണ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അമേരിക്കൻ കോളനിവൽക്കരണത്തിന്റെയും തുടർന്ന് ഇൻക സാമ്രാജ്യത്തെപ്പറ്റിയുമൊക്കെ അദ്ദേഹം വിവരങ്ങൾ ശേഖരിക്കുന്നു. ഒരു പര്യവേഷകനല്ലാത്ത അല്ലെങ്കിൽ ഒരു ചരിത്രാന്വേഷകനല്ലാത്ത ഒരു സാധാരണക്കാരന് പോലും ഈ ചരിത്രം വളരെ ആവേശം നൽകുന്നതാണെന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോയി. 13-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ 16-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെയും ഇൻക സാമ്രാജ്യം അമേരിക്കയിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യമായിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇന്നത്തെ ചിലിയിൽ നിന്നും ആമസോൺ വരെ 2000-ത്തിലധികം മൈലുകൾ വ്യാപിച്ചു കിടന്നിരുന്ന അതിവിശാലമായ ഒരു സാമ്രാജ്യം തന്നെയായിരുന്നു ഇൻകകളുടേത്. 1438 മുതൽ 1533 വരെ ഇൻകകൾ തെക്കേ അമേരിക്കയുടെ പർവ്വതനിരകൾ കേന്ദ്രീകരിച്ചാണ് ജീവിതം നയിച്ചത്. പിന്നീട് ആധുനിക ചിലിയുടെ ഒരു വലിയ ഭാഗവും കൊളംബിയയുടെ തെക്കു പടിഞ്ഞാറേ അറ്റവും ഒക്കെ ചേർത്ത് ചരിത്ര സാമ്രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്താവുന്ന വിധം ഒരു വലിയ സംസ്ഥാനം അവർ രൂപീകരിച്ചു. അവരുടെ ഔദ്യോഗിക ഭാഷ കൊച്ചുവ എന്ന ഭാഷയായിരുന്നു. അന്ന് നിലനിന്നിരുന്ന മറ്റ് സാമ്രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ പുരോഗതിയിൽ വളരെ പിന്നിൽ തന്നെയായിരുന്നു ഇൻകകൾ. ചക്രങ്ങളുടെ ഉപയോഗമോ ചുമടെടുക്കുന്ന മൃഗങ്ങളെ ഉപയോഗിക്കുകയോ ഇരുമ്പ് അല്ലെങ്കിൽ ഉരുക്ക് എന്നിവയുടെ ഉപയോഗമോ ഒന്നും അവർ കൈവരിച്ചിരുന്നില്ല. അവർ ഉപയോഗിച്ചിരുന്ന വാസ്തുവിദ്യയും സാമ്രാജ്യത്തിന്റെ എല്ലാ കോണുകളെയും ബന്ധിപ്പിക്കുന്ന അതിവിപുലമായ റോഡ് ശൃംഖലയും നന്നായി നെയ്തുപയോഗിക്കുന്ന തുണിത്തരങ്ങളും രേഖകൾ സൂക്ഷിക്കുന്നതിനായും ആശയവിനിമയം നടത്തുന്നതിനായും ഉപയോഗിച്ചിരുന്ന ചരടുകളുമൊക്കെ അവരുടെ നിർമ്മിതികളിൽ ഏറ്റവും ശ്രദ്ധേയമായ ചിലതാണ്. ഇൻതി എന്ന് ഇൻകകൾ വിശേഷിപ്പിച്ചിരുന്ന സൂര്യനെയാണ് അവർ ആരാധിച്ചിരുന്നത്. അവരുടെ രാജാക്കന്മാരെ എപ്പോഴും അവർ സൂര്യപുത്രന്മാരായി കണക്കാക്കിയിരുന്നു. വളരെ സമാധാനപരമായ രീതികളിൽ കൂടി തന്നെയാണ് ആ സാമ്രാജ്യം കടന്നുപോയിരുന്നത്. പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചത്? അത് തേടിയുള്ള ഹെറാം ബിങ്ഹാമിന്റെ യാത്ര തുടരുകയാണ്. 1525 മരണപ്പെട്ട അലക്സോ ഗാർസിയ എന്ന പോർച്ചുഗീസ് പരിവേഷകനാണ് ഇൻക സാമ്രാജ്യവുമായി ആശയവിനിമയം നടത്തിയ ആദ്യത്തെ യൂറോപ്യൻ. അദ്ദേഹത്തിന്റെ മരണശേഷം 1526 ആദ്യമായി സ്പാനിഷ് സഖ്യം
ഈ പ്രദേശത്തേക്ക് കടന്നു വരുന്നത്. ഫ്രാൻസിസ്കോ പിസാരോയുടെയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരുടെയും നേതൃത്വത്തിൽ പനാമയിൽ നിന്നും കടൽ മാർഗം തെക്ക് ദിക്കിലേക്ക് നടത്തിയ പര്യവേഷണ യാത്രയിലാണ് 1526 ഈ പ്രദേശത്തേക്ക് സ്പാനിഷ് സഖ്യം ആദ്യമായി എത്തുന്നത്. ഈ പ്രദേശം കണ്ട പിസാരോ വലിയ സമ്പത്തുള്ള പ്രദേശമാണെന്ന് തിരിച്ചറിയുകയും ഇൻകകളുടെ പ്രദേശത്ത് വൻതോതിൽ സ്വർണമുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. 1529 തിരികെ സ്പെയിനിലേക്ക് യാത്രയായ പിസാരോ ഇൻക സാമ്രാജ്യം ആക്രമിക്കുന്നതിനും അതിന്റെ വൈസ്രോയി പദം നേടുന്നതിനും സ്പെയിൻ രാജ്ഞിയിൽ നിന്നും അനുമതി തേടുന്നു. 1529 തന്നെ ഇൻക സാമ്രാജ്യം കൂടാതെ പെറുവിൽ ആക്രമിച്ച് കീഴടക്കുന്ന എല്ലാ പ്രദേശത്തിന്റെയും ഗവർണറായും യുദ്ധം നിയന്ത്രിക്കുന്ന സൈനിക തലവനായും പിസാരോ നിയമിക്കപ്പെടുന്നു. പിസാരോയുടെ ഇൻക സാമ്രാജ്യം തേടിയുള്ള പെറുവിലേക്കുള്ള മടങ്ങിവരവ് 1532 ഇതേ സമയം സാമ്രാജ്യത്തിനുള്ളിൽ അധികാരത്തിനായുള്ള ആഭ്യന്തര യുദ്ധങ്ങൾ അരങ്ങേറുകയാണ്. ഈ കാരണം കൊണ്ട് തന്നെ സ്പാനിഷ് സൈന്യത്തിന്റെ കടന്നുവരവ് ചെറുത്തു നിൽക്കാനുള്ള ഒരു ഒത്തൊരുമ അവരിൽ ഇല്ലാതെയായി. വെറും 168 സൈനികരുമായിട്ടാണ് പിസാരോ ഇൻക സാമ്രാജ്യത്തിന്റെ മണ്ണിലേക്ക് തന്റെ കപ്പൽ അടുപ്പിച്ചത്. അവരുടെ കയ്യിൽ അന്നത്തെ പ്രധാന ആയുധമായിരുന്ന ആർക്യുബസ് തോക്കുകളും പീരങ്കികളും കുന്തങ്ങളും വാളുകളും കുതിരകളും കൂടാതെ ഇരുമ്പിൽ നിർമ്മിച്ച പടച്ചട്ടകളും ഉണ്ടായിരുന്നു. പക്ഷേ മറുഭാഗത്ത് മരത്തിലും കല്ലിലും ചെമ്പിലും വെങ്കലത്തിലുമൊക്കെ നിർമ്മിച്ച ചെറിയ ആയുധങ്ങളായിരുന്നു ഇൻകകളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ സ്പാനിഷ് അധിനിവേശം നടത്തുന്നത് യുദ്ധങ്ങളോ രക്തച്ചൊരിച്ചിലോ ഇല്ലാതെയായിരുന്നു. പക്ഷേ ഇൻകകൾ അവരുടെ സമ്പാദ്യവും സ്വാതന്ത്ര്യവും പതുക്കെ കൈവിട്ടു പോകുന്നത് മനസ്സിലാക്കുകയും പ്രതികരിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇതോടെ സ്പാനിഷ് സൈന്യത്തെ തുരത്താൻ ഇന്നത്തെ ഇക്വഡോറിലെ ഗൊയാക്കിനടുത്തുള്ള പ്യൂണ എന്ന സ്ഥലത്ത് 1000-ഓളം വരുന്ന ഇൻകകൾ ഒത്തുകൂടുന്നു. പസഫിക് തീരത്തിനടുത്തുള്ള പ്യൂണ എന്ന പ്രദേശത്ത് ക്യാമ്പ് ചെയ്തിരുന്ന സ്പാനിഷ് സൈനിക കേന്ദ്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അവരുടെ കൈകളിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെയുള്ള പരമ്പരാഗതമായ ചെറിയ ആയുധങ്ങൾ മാത്രമാണുള്ളത്. തങ്ങളുടെ പ്രദേശം കീഴടക്കി തങ്ങളുടെ സമ്പാദ്യങ്ങൾ കൈയടക്കാൻ ശ്രമിക്കുന്ന സ്പാനിഷ് സൈനികർക്കെതിരെ അതിശക്തമായി അപ്രതീക്ഷിതമായി ഒരു ആക്രമണം നടത്തുക, ഇതായിരുന്നു അവരുടെ പ്ലാൻ. പ്രത്യേക യുദ്ധതന്ത്രങ്ങളോ യുദ്ധങ്ങൾ ചെയ്ത പരിചയമോ ഇല്ലാത്ത 1000-ഓളം വരുന്ന ഇൻകകൾ കൂട്ടമായി സ്പാനിഷ് സൈനിക കേന്ദ്രത്തിലേക്ക് പാഞ്ഞ് കയറുന്നു. അക്രമം അഴിച്ചുവിടുന്നു. അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ വളരെ കുറച്ചു മാത്രം വരുന്ന സ്പാനിഷ് സൈന്യത്തെ കീഴടക്കാനും നശിപ്പിക്കാനും സാധിക്കുമെന്ന് അവർക്ക് തോന്നി. പക്ഷേ എണ്ണത്തിൽ വളരെ കുറവായിരുന്നുവെങ്കിലും ഫ്ലാൻഡേഴ്സിലെയും ഇറ്റലിയിലെയും മഹായുദ്ധങ്ങളിൽ ഭാഗമായി പ്രാവീണ്യം നേടിയവരായിരുന്നു അതിൽ കൂടുതലും സൈനികർ. മാത്രമല്ല അവരെ നയിക്കാൻ പ്രാവീണ്യമുള്ള ഒരു സൈനിക തലവനും ഉണ്ടായിരുന്നു, ഫെർണാണ്ടോ പിസാരോ. വളരെ കാലമായി നിരന്തരമായി യുദ്ധം ചെയ്തു പോന്നിരുന്ന അവർ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ പ്രാവീണ്യം നേടിയവരായിരുന്നു. പാഞ്ഞുകയറിയ ഇൻകകളെ വളരെ വിദഗ്ധമായി അവർ നേരിട്ടു. അതിശക്തമായ തിരിച്ചടി നേരിട്ടതോടെ ആശയക്കുഴപ്പത്തിലായ ഇൻകകൾ ചിതറി ഓടാൻ തുടങ്ങി. ഇതോടെ പിസാരോ തന്റെ കുതിരപ്പടയെ ഇറക്കി. ഒന്നൊന്നായി ഇൻകകൾ വെട്ടേറ്റ് വീണു. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഇൻകകൾ അവിടെ പരാജയപ്പെടുകയായിരുന്നു. ഇതോടെ ഇൻകകൾ സ്പാനിഷുകാർക്കെതിരെയുള്ള നേരിട്ടുള്ള പോരാട്ടങ്ങൾ അവസാനിപ്പിച്ചു. വനങ്ങളിലേക്ക് പിൻവലിഞ്ഞ അവർ ഗറില്ല യുദ്ധമുറകളാണ് പിന്നീട് കൂടുതലായും സ്വീകരിച്ചത്. പക്ഷേ പിസാരോ സ്പെയിനിൽ നിന്നും കൂടുതൽ സൈനികരെ കപ്പൽ മാർഗം അവിടേക്ക് എത്തിക്കുന്നു. ഇതോടെ പെറൂവിയൻ വൻകരയിൽ കൂടുതൽ ഉള്ളിലേക്ക് തന്റെ ജൈത്രയാത്ര പിസാരോ നടത്തി. തുടർന്ന് 1532 ജൂലൈയിൽ പിസാരോ പിയൂറ എന്ന നഗരം സ്ഥാപിക്കുന്നു. പിയൂറ ആസ്ഥാനമാക്കി ഉൾപ്രദേശങ്ങളിലേക്കുള്ള പര്യവേഷണ യാത്രകൾക്ക് പിസാരോ നേതൃത്വം നൽകി. പരാജയം നേരിട്ട ഇൻകകൾ പിസാരോയുമായി ഒരു സന്ധി സംഭാഷണം നടത്താൻ തയ്യാറായി. ഈ കൂടിക്കാഴ്ചയിൽ സ്വർണത്തിൽ നിർമ്മിച്ച ഒരു കപ്പും മറ്റ് സമ്മാനങ്ങളും ഇൻകകൾ പിസാരോയ്ക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു. പക്ഷേ ഈ സമ്മാനത്തിലൊന്നും അയാൾ സന്തുഷ്ടനായില്ല. അദ്ദേഹത്തിന്റെ ആവശ്യം ഇൻകകൾ സ്പെയിൻ രാജാവായ ചാൾസ് ഒന്നാമന്റെ ഭരണം അംഗീകരിക്കണമെന്നും എല്ലാവരും ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യണം എന്നുമായിരുന്നു. പക്ഷേ ഈ ഡീൽ അംഗീകരിക്കാൻ ഇൻകകൾ തയ്യാറായില്ല. ഇതോടെ സ്പാനിഷുകാർ നിരായുധരായ ഇൻകകൾക്ക് നേരെ അതിക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടു. പിന്നീട് നടന്നത് ഒരു വൻ കൂട്ടക്കൊല തന്നെയായിരുന്നു. അന്ന് ഇൻകകളുടെ രാജാവായിരുന്ന അത്തഹുവാൽപ്പയെ പിസാരോ തടവിലാക്കി. തന്നെ മോചിപ്പിച്ചാൽ തന്നെ തടവിലാക്കിയ തടവറ നിറയ്ക്കാൻ തക്ക സ്വർണവും വെള്ളിയും നൽകാമെന്ന് അത്തഹുവാൽപ്പ പിസാരോയ്ക്ക് വാഗ്ദാനം നൽകുന്നു. തങ്ങളുടെ രാജാവിനെ മോചിപ്പിക്കാനായി അവർക്ക് അത്തഹുവാൽപ്പ വാഗ്ദാനം ചെയ്ത സ്വർണവും വെള്ളിയും നൽകി. പക്ഷേ പിസാരോ വാക്കുമാറ്റി. 1533 സ്പെയിൻകാർ അദ്ദേഹത്തെ വധിച്ചു. ഒരു വശത്ത് സ്പാനിഷ് കടന്നുകയറ്റത്തിന് നേരെ ഇൻകകൾ പോരാടുമ്പോൾ ഇതേ പ്രദേശത്തുണ്ടായിരുന്ന മറ്റു വിഭാഗങ്ങളിൽ പലതും സ്പാനിഷ് അധിനിവേശക്കാരുമായി സന്ധിയിലേർപ്പെടുകയും അവരുമായി സൗഹൃദപരമായി സ്വർണ്ണഖനികളിലെയും മറ്റും ഭരണം പങ്കിടാൻ ആരംഭിക്കുകയും ചെയ്തു. അത്തഹുവാൽപ്പയെ കൊന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ സഹോദരനായ മാംഗോ ഇൻക യുപാൻകിയെ സ്പാനിഷുകാർ അധികാരത്തിൽ പ്രതിഷ്ഠിച്ചു. ആദ്യകാലങ്ങളിലൊക്കെ മാംഗോ സ്പാനിഷ് ഭരണാധികാരികളുമായി സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത്. അങ്ങനെ പോകുമ്പോഴാണ് പിസാരോയുടെ കൂട്ടാളിയായ ഡീഗോ ഡി അൽമാഗ്രോ എന്ന സ്പെയിൻ നാവികൻ
ഇൻക സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ കുസ്കോയുടെ ഭരണ ചുമതല ആവശ്യപ്പെട്ട് മുന്നോട്ട് വരുന്നത്. ഇത് ഇൻകകളെ ചൊടിപ്പിച്ചു. ഈ സമയത്ത് സ്പാനിഷ് ഇൻക ഏറ്റുമുട്ടലുകൾ അവസരമാക്കിക്കൊണ്ട് 1536 മാംഗോ കുസ്ക പിടിച്ചെടുക്കുന്നു. പക്ഷേ അധികം വൈകാതെ തന്നെ സ്പാനിഷുകാർ ഈ നഗരം ആക്രമിച്ച് കീഴടക്കി. ഇത്തവണ അതിശക്തമായ ആക്രമണം തന്നെയാണ് സ്പാനിഷുകാർ അഴിച്ചുവിട്ടത്. കണ്ണിൽ കാണുന്ന ഇൻക വംശജരെയൊക്കെ അതിക്രൂരമായി കൊല ചെയ്തു. തന്റെ വംശത്തിലെ ബാക്കിയുള്ളവരെ സംരക്ഷിക്കുന്നതിനായി ആക്രമണത്തിൽ പരാജയപ്പെട്ട മാംഗോ ബാക്കിയുണ്ടായിരുന്നവരുമായി ഇൻഡീസ് പർവ്വതനിരകളിലേക്ക് പിൻവാങ്ങി. അവിടെ അവർ നിയ ഇൻക എന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കുകയും ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായി ഇൻകകൾ ഒരു നഗരം നിർമ്മിക്കുകയും ചെയ്തു. അതിന്റെ പേരാണ് വിൽക്കബാമ്പ. നിയ ഇൻകയിൽ വസിച്ചുകൊണ്ട് തന്നെ അവർ സ്പാനിഷുകാർക്കെതിരെയുള്ള കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും പ്രേരണ നൽകുകയും ചെയ്തു. പക്ഷേ 1572 ഈ പ്രദേശവും സ്പാനിഷുകാർ ആക്രമണത്തിനിരയാക്കി. ആയിരക്കണക്കിന് ആളുകളെയാണ് സ്പാനിഷുകാർ കൂട്ടക്കൊല ചെയ്തത്. അന്നത്തെ ഇൻക ഭരണാധികാരിയായിരുന്ന മാംഗോയുടെ മകനായ ടോപ്പ അമരുവിനെ സ്പാനിഷുകാർ പിടികൂടി വധിക്കുകയും ചെയ്തു. ഇതോടെ സ്പാനിഷ് അധിനിവേശത്തിനെതിരായ ഇൻക സാമ്രാജ്യത്തിന്റെ ചെറുത്തുനിൽപ്പ് എന്നേക്കുമായി അവസാനിച്ചു. മാത്രമല്ല, ഇൻകകളുടെ മരണത്തോടെ അവിടെ നിർമ്മിച്ചിരുന്ന വിൽക്കബാമ്പ എന്ന നഗരം എന്നേക്കുമായി ഉപേക്ഷിക്കപ്പെട്ടു. പിന്നീട് എഴുതപ്പെട്ട ഒരു ചരിത്രത്തിലും വിൽക്കബാമ്പയെപ്പറ്റി പരാമർശിച്ചിട്ട് പോലുമില്ല. ഈ നഗരത്തെക്കുറിച്ചുള്ള ഒരു സുപ്രധാന വിവരങ്ങളും മനുഷ്യരാശിക്ക് അന്നത്തെ കാലത്ത് ലഭ്യമായിരുന്നില്ല. കാലം കടന്നുപോയപ്പോൾ ഈ നഗരം എവിടെയാണ് നിലനിന്നിരുന്നത് എന്ന് പോലും മനുഷ്യരാശിക്ക് അറിവില്ലാതെയായി. ഈ നഗരം എവിടെയാണുള്ളതെന്നുള്ള രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ ഹെറാം ബിങ്ഹാം യാത്ര തുടങ്ങി. വിൽക്കബാമ്പയുടെ ഉറവിടം തേടിയുള്ള അദ്ദേഹത്തിന്റെ യാത്ര വളരെ ബുദ്ധിമുട്ടേറിയത് തന്നെയായിരുന്നു. സ്പാനിഷ് ചരിത്ര പുസ്തകങ്ങളുടെ സഹായത്തോടെ വിറ്റ്കോസ് എന്ന സ്ഥലത്ത് നിന്നും 30 മൈലുകൾ അകലെയുള്ള അല്ലെങ്കിൽ 2 ദിവസം യാത്ര ചെയ്യേണ്ടത്ര ദൂരെയാണ് വിൽക്കബാമ്പ എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. പക്ഷേ അപ്പോഴും ചോദ്യം എവിടെയാണ് വിറ്റ്കോസ് എന്നതായിരുന്നു. പക്ഷേ ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ അദ്ദേഹത്തിന് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. കുസ്കോയിൽ നിന്നും ആൻഡീസ് പർവ്വതനിരയിലെ ഉറുമ്പാമ്പ താഴ്വരയിലൂടെ 100 മൈലുകൾ വടക്ക് പടിഞ്ഞാറായി സഞ്ചരിച്ചാൽ വിറ്റ്കോസിൽ എത്തിച്ചേരാമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ്പാനിഷ് പര്യവേഷണ യാത്രകളുടെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്നും യാത്രാ വിവരണങ്ങളിൽ നിന്നുമൊക്കെയാണ് അദ്ദേഹം ഈ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നത്. അതിനായി ഇൻകകളുമായി ബന്ധമുള്ള അല്ലെങ്കിൽ അവർ വസിച്ചിരുന്ന ഇടങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എല്ലാ ബുക്കുകളും തന്നെ അദ്ദേഹം പഠനവിധേയമാക്കി. എവിടെയെങ്കിലും ഇൻകകളുടെ അവസാന നഗരമായ വിൽക്കബാമ്പ പരാമർശിക്കപ്പെടുന്നുണ്ടോ എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ തിരഞ്ഞത്. എന്തു തന്നെയായാലും വിൽക്കബാമ്പ കണ്ടെത്താൻ വിറ്റ്കോസ് തേടിയുള്ള അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങി. കുസ്കോ എവിടെയാണെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാമായിരുന്നു. തെക്കേ അമേരിക്കയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു പര്യവേഷണ യാത്രയിൽ അദ്ദേഹം കുസ്കോ സന്ദർശിച്ചതുമാണ്. പക്ഷേ വിറ്റ്കോസ് കൃത്യമായി എവിടെയാണെന്ന വിവരം മനസ്സിലാക്കാൻ സാധിച്ചില്ല എങ്കിൽ ഹെറാം ബിങ്ഹാമിന്റെ ഈ അന്വേഷണം വഴിമുട്ടും. അപ്പോഴാണ് സ്പാനിഷ് ചരിത്രത്താളുകളിൽ ഈ നഗരത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു സൂചന അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് വിറ്റ്കോസ് നഗരത്തിൽ ഒരു പുണ്യപ്രദേശമുണ്ടെന്നും അവിടെ വെള്ള നിറമുള്ള ഒരു വലിയ പാറയുണ്ടെന്നുമുള്ള വിവരമായിരുന്നു. അങ്ങനെയെങ്കിൽ വെള്ള നിറമുള്ള ആ വലിയ പാറ കണ്ടെത്തിയാൽ വിറ്റ്കോസ് എവിടെയെന്ന് കണ്ടെത്താൻ സാധിക്കുമെന്ന് ബിങ്ഹാമിന് മനസ്സിലായി. വിറ്റ്കോസ് കണ്ടെത്തിയാൽ വെറും 2 ദിവസത്തിനുള്ളിൽ ഇൻകകളുടെ അവസാന നഗരമായ വിൽക്കബാമ്പ കണ്ടെത്താൻ സാധിക്കുമെന്ന് ബിങ്ഹാമിന് ബോധ്യമായി. ഇതോടെ വിൽക്കബാമ്പ കണ്ടെത്തുന്നതിനായി ഒരു പര്യവേഷണ സംഘം രൂപീകരിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. ആമസോൺ വനങ്ങളാൽ ചുറ്റപ്പെട്ട ആൻഡീസ് പർവ്വതനിരകളിലേക്കുള്ള പര്യവേഷണ യാത്ര അത് വളരെ ചിലവേറിയത് തന്നെയാണ്. ഈ പര്യവേഷണ യാത്രയുടെ ചിലവ് വഹിക്കാനായി തയ്യാറാകുന്ന കോർപ്പറേറ്റ് കമ്പനികളെ അദ്ദേഹം സമീപിച്ചു. ഓരോ കമ്പനികളും അദ്ദേഹത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. ഒരു കമ്പനി അദ്ദേഹത്തിന് ആവശ്യമായ വസ്ത്രങ്ങൾ വാഗ്ദാനം ചെയ്തപ്പോൾ മറ്റു കമ്പനികൾ ക്യാമറ, ആയുധങ്ങൾ, യാത്രയ്ക്കാവശ്യമായ മറ്റു വസ്തുക്കളൊക്കെ സഹായമായി നൽകി. യാത്ര നടത്താനുള്ള ധനസഹായം ലഭിച്ചതോടെ ഈ യാത്രയിൽ തൻ്റെ ഒപ്പം പങ്കെടുപ്പിക്കാനായി അദ്ദേഹം തിരഞ്ഞത് അദ്ദേഹത്തിൻ്റെ തന്നെ ചില സഹപാഠികളെയായിരുന്നു. തുടർന്ന് വളരെ വൈകാതെ തന്നെ ബിങ്ഹാം തൻ്റെ സഹപാഠികളെ സമീപിക്കുന്നു. ഈ യാത്രയെപ്പറ്റിയും തൻ്റെ ലക്ഷ്യത്തെപ്പറ്റിയും പറഞ്ഞതിന് ശേഷം ഈ ലക്ഷ്യത്തിലെത്തപ്പെട്ടാൽ നേടാൻ പോകുന്ന പേരും പ്രശസ്തിയും അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. 6 പേരെയാണ് ഈ യാത്രയിൽ തൻ്റെ കൂടെ വേണ്ടത്. അവർക്കായി $1800 വരെ ചിലവ് വഹിക്കാനും അദ്ദേഹം തയ്യാറാണെന്നും അവരെ അറിയിച്ചു. യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ജിയോളജിസ്റ്റ് ഈ യാത്രയെപ്പറ്റി അറിയുകയും അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ടോപ്പോഗ്രാഫറും പർവ്വതാരോഹണത്തിൽ പരിചയസമ്പത്തുള്ള മറ്റൊരാളും ഈ യാത്രയ്ക്ക് തയ്യാറാണെന്ന് ബിങ്ഹാമിനെ അറിയിക്കുന്നു. വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ മികച്ച ഒരു ടീമിനെ തയ്യാറാക്കാനും സാധിച്ചു. ഇക്കൂട്ടത്തിൽ ഡോക്ടർ മുതൽ പ്രകൃതിശാസ്ത്രജ്ഞർ കൂടാതെ
ജിയോളജിസ്റ്റുകളും ഉണ്ടായിരുന്നു. യാത്ര തുടങ്ങുന്നതിന് മുൻപ് തന്നെ അന്നത്തെ പ്രശസ്ത മാസികയായിരുന്ന ഹാർവേഴ്സ് മാഗസീന് വേണ്ടി ഈ യാത്രയുടെ വിവരണം എഴുതി നൽകാമെന്ന കരാറും ഒപ്പിട്ടിരുന്നു. ഇതുവഴിയും ബിങ്ഹാം ഈ യാത്ര നടത്താനുള്ള തുക കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, ഈ യാത്രയ്ക്കായി അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തെ സാമ്പത്തികമായി സഹായിച്ചിരുന്നു. യാത്രയ്ക്കായുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയതിനു ശേഷം 1911 ജൂൺ മാസം 8-ാം തീയതി ന്യൂയോർക്കിൽ നിന്നും അവർ പെറുവിലേക്ക് യാത്രയായി. പെറുവിലെത്തിയ അവരുടെ ആദ്യ ലക്ഷ്യം ആൻഡീസ് പർവ്വതനിരയിലെ ഉറുമ്പാമ്പ താഴ്വരയ്ക്കടുത്തുള്ള പുരാതന ഇൻകാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ കുസ്കോയിൽ എത്തിച്ചേരുക എന്നതായിരുന്നു. അവിടെ നിന്നായിരുന്നു അവരുടെ ഈ പര്യവേഷണ യാത്രയുടെ തുടക്കം കുറിക്കേണ്ടത്. ബിങ്ഹാമിന്റെ ഈ പര്യവേഷണ യാത്രാ സംഘം 1911 ജൂലൈ 2-ന് കുസ്കോയിൽ എത്തിച്ചേരുന്നു. കുസ്കോയിൽ നിന്നും യാത്ര തിരിക്കുന്ന ഈ സംഘത്തിന്റെ ആദ്യ ലക്ഷ്യം വിറ്റ്കോസിനടുത്തുണ്ടെന്ന് പറയപ്പെടുന്ന പുണ്യപ്രദേശത്തെ ആ വലിയ വെളുത്ത പാറ കണ്ടെത്തുക എന്നതായിരുന്നു. എന്നാൽ മാത്രമാണ് അവർക്ക് വിറ്റ്കോസ് എവിടെയെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കൂ. അതിനുശേഷം ആൻഡീസ് പർവ്വതനിരകളുടെ താഴ്വാരത്തിലെ ആമസോൺ കാടുകളിലേക്ക് അവരുടെ പര്യവേഷണം നീണ്ടുപോകും. 1911 ജൂലൈ 19-ന് ഹെറാം ബിങ്ഹാമും അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തായ ഹാരി ഫോർട്ടും കുസ്കോയിൽ നിന്നും വിശുദ്ധമായ വെളുത്ത പാറ തേടി യാത്ര തുടങ്ങി. ടീമിലുണ്ടായിരുന്ന മറ്റ് 4 പേരും ആൻഡീസ് പർവ്വതത്തിന്റെ ഭൂമിശാസ്ത്രവും മാപ്പിംഗ് സർവേയും നടത്തുന്നതിനായി ബിങ്ഹാം ചുമതലപ്പെടുത്തി. അങ്ങനെ അവർ ആൻഡീസ് പർവ്വതനിരകളിലൂടെ സഞ്ചരിച്ച് താഴ്വാരങ്ങളിലേക്ക്, അതായത് ഉറുമ്പാമ്പ താഴ്വാരങ്ങളിലേക്ക് ചെന്നെത്തി. ഇൻകകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രശസ്തമായ പുണ്യമായ താഴ്വരയാണ് ഉറുമ്പാമ്പ. ഈ യാത്രയിലുടനീളം ബിങ്ഹാം തൻ്റെ കയ്യിൽ ഒരു ഡയറി സൂക്ഷിച്ചിരുന്നു. യാത്രയിലുടനീളം അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളൊക്കെ ഒന്നൊന്നായി അതിൽ കുറിക്കുകയും ചെയ്തു. ഈ ഡയറി ഇന്നത്തെ കാലത്ത് ഏറ്റവും വിലപിടിച്ച അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള യാത്രാ വിവരണങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഉറുമ്പാമ്പയിൽ പ്രവേശിച്ച അവരെ അതിഭീകരമായ പാറക്കെട്ടുകൾ നിറഞ്ഞ പർവ്വതനിരകൾക്കിടയിലൂടെ അതിമനോഹരമായി കുത്തിയൊഴുകുന്ന നദി അവരെ വളരെയധികം ആകർഷിച്ചു. ഈ കാഴ്ച ലോകത്ത് മറ്റൊരിടത്തെയും കാഴ്ചയോട് താരതമ്യപ്പെടുത്താൻ കഴിയില്ല എന്നാണ് ബിങ്ഹാം കുറിക്കുന്നത്. ദൂരെ കാണുന്ന പർവ്വതങ്ങൾ മേഘങ്ങളിൽ മുട്ടി നിൽക്കുന്നതിനൊപ്പം തന്നെ അതിനുമപ്പുറം ഉയർന്നു നിൽക്കുന്ന മഞ്ഞു നിറഞ്ഞ പർവ്വതങ്ങൾ അവർക്ക് അതിമനോഹരമായ കാഴ്ച തന്നെയായിരുന്നു. അവർ പോകുന്ന വഴികളിൽ ഓർക്കിഡുകൾ അതിമനോഹരമായി നിരന്നു നിൽക്കുന്നത് ആ പ്രദേശത്തിന്റെ ഭംഗി വർദ്ധിപ്പിച്ചിരുന്നു. കുതിച്ചൊഴുകുന്ന നദിയുടെ ശബ്ദവും അതിമനോഹരമായ കിളികളുടെ ശബ്ദവും അവരെ വല്ലാതെ ആകർഷിക്കുന്നുണ്ടായിരുന്നു. വളഞ്ഞു വളഞ്ഞൊഴുകുന്ന നദിക്കരയിലൂടെയും മലയിടുക്കിലൂടെയും അവരുടെ യാത്ര മുന്നോട്ട് പോയി. വിറ്റ്കോസ് കണ്ടെത്താനുള്ള അതിയായ ആഗ്രഹം ബിങ്ഹാം കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനോട് ഇടയ്ക്കിടെ പ്രകടിപ്പിക്കുന്നുമുണ്ടായിരുന്നു. 1911 ജൂലൈ 23-ന് വൈകുന്നേരം കുസ്കോയിൽ നിന്നും 70 മൈലോളം യാത്ര പൂർത്തിയാക്കിയ ഇരുവരും ചുറ്റും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട മണ്ടൂർ പമ്പ എന്ന പേരുള്ള താഴ്വരയിൽ ക്യാമ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അവിടെ ക്യാമ്പ് ചെയ്ത ഇരുവരും അവിടെ വെച്ച് ഇതേ കാടുകളിൽ വസിച്ചിരുന്ന ഗോത്രവർഗത്തിലെ ഒരു യുവാവിനെ കണ്ടുമുട്ടുന്നു. തങ്ങളുടെ വരവിന്റെ ഉദ്ദേശം യുവാവിനോട് പറഞ്ഞു മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പഴയ കെട്ടിടത്തിന്റെ അവശിഷ്ടമുള്ള ഇടം തനിക്കറിയാമെന്ന് ഈ യുവാവ് അവരോട് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഈ യുവാവ് പറഞ്ഞ ഇടത്തേക്ക് ഇരുവരും യാത്രയാകുന്നു. പക്ഷേ അവിടെ പുരാതനമാണെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞ 2 വീടുകൾ മാത്രമേ അവർക്ക് കണ്ടെത്താൻ സാധിച്ചുള്ളൂ. താൻ അന്വേഷിച്ചു വന്നത് ഇതല്ല എന്ന് ബിങ്ഹാം നിരാശയോടെ പറഞ്ഞു. പിന്നീടും അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഗോത്രവർഗ്ഗക്കാരായ മനുഷ്യരെ കണ്ടുമുട്ടുന്നുണ്ട്. അവരൊക്കെ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് അവർ യാത്രകൾ നടത്തുകയും ചെയ്തു. പക്ഷേ അവിടെയൊക്കെ 1-2 വീടുകളുടെ അവശിഷ്ടങ്ങളും ചെറിയ ഗോത്രഗ്രാമങ്ങളുടെ അവശിഷ്ടമോ മാത്രമേ അവർക്ക് കണ്ടെത്താൻ സാധിച്ചുള്ളൂ. ദിവസങ്ങൾ കടന്നുപോയി. അവരുടെ ഓരോ അന്വേഷണ യാത്രയും ചെന്നെത്തിയത് മുന്നേ കണ്ടതുപോലെയുള്ള ഏതെങ്കിലും ഗോത്രവർഗ്ഗങ്ങളുടെ ഉപേക്ഷിച്ച വാസസ്ഥലങ്ങളായിരുന്നു. ഇതോടെ ബിങ്ഹാമിന്റെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തായ ഹാരി ഫോർട്ട് ക്ഷീണിതനാവുകയും നിരാശ പ്രകടിപ്പിക്കാനും തുടങ്ങി. ഇനി തനിക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ താല്പര്യമില്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. പക്ഷേ ബിങ്ഹാമിന് തിരികെ പോകുന്നതിനോട് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. താൻ അന്വേഷിച്ചു വന്നത് വളരെ അടുത്ത് തന്നെ എവിടെയോ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഒടുവിൽ നേരത്തെ കൊടുക്കാമെന്ന് പറഞ്ഞതിന്റെ 3 ഇരട്ടി കൂലി നൽകാമെന്ന് പറഞ്ഞ് തന്റെ സുഹൃത്തിനെ തന്റെ ഒപ്പം മുന്നോട്ട് യാത്ര ചെയ്യാൻ അദ്ദേഹം സമ്മതിപ്പിച്ചു. അടുത്ത ദിവസം അവർ കണ്ടുമുട്ടിയ ഒരു ഗോത്രമനുഷ്യൻ പറഞ്ഞ വിവരമനുസരിച്ച് തെക്ക് ദിശയിലേക്ക് യാത്ര അവർ തുടർന്നു. അവർ താഴ്വാരമിറങ്ങി ചെന്നത് കുത്തിയൊലിക്കുന്ന ഒരു നദിയിലേക്കായിരുന്നു. കാലെടുത്തു വെച്ചാൽ വലിച്ചുകൊണ്ടുപോകുന്ന വേഗതയിൽ പാറകൾക്കിടയിലൂടെ അതിഭീകരമായി പായുന്ന ഒരു നദി. അതിനെ മറികടന്നാൽ മാത്രമാണ് ഇപ്പോൾ അവർ ലക്ഷ്യം വെക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. നദി കണ്ടതോടെ ബിങ്ഹാമിന്റെ കൂടെയുണ്ടായിരുന്ന ഹാരി ഫോർട്ട് തടസ്സം പറയാൻ തുടങ്ങി. മുന്നോട്ട് പോകുന്നത് അസാധ്യമാണെന്നും തിരികെ പോകുന്നതാണ് നല്ലതെന്നും ഹാരി ഫോർട്ട് പറഞ്ഞു. പക്ഷേ ബിങ്ഹാം വെറും കൈയോടെ തിരികെ പോകാൻ വന്നയാളല്ല. അതുകൊണ്ട് തന്നെ മുന്നോട്ട് എങ്ങനെ പോകാമെന്ന് ചിന്തിക്കുകയായിരുന്നു. മുൻപ് കണ്ട ഗോത്രമനുഷ്യൻ നദിക്കപ്പുറമുള്ള ഒരു പർവ്വതം ചൂണ്ടിക്കാണിച്ച് അവിടെ ഒരു ഗ്രാമത്തിന്റെ അവശിഷ്ടമുണ്ട് എന്ന് പറഞ്ഞത് നേരിട്ട് കണ്ടതുപോലെ തന്നെയായിരുന്നു. ഇത് അദ്ദേഹം ഓർത്തെടുക്കുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം ഈ നദി മുറിച്ചു കടക്കാൻ ഇവിടുത്തെ ഗോത്രവർഗ്ഗങ്ങൾ എന്തെങ്കിലും ഒരു മാർഗം സ്വീകരിച്ചിരിക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നി. അതെന്താണെന്ന് കണ്ടെത്താനായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത ലക്ഷ്യം.
നദി കടന്നു വരുന്ന ഭാഗത്തേക്ക് പോവുക എന്നത് ദുഷ്കരമായിരുന്നു. വളരെ ഇടതൂർന്ന കാടും വഴുക്കലുള്ള പാറകളുമായിരുന്നു അങ്ങോട്ടേക്കുള്ളത്. അതുകൊണ്ട് തന്നെ നദി പോകുന്ന ഭാഗത്തേക്ക് നീങ്ങാൻ ബിങ്ഹാം തീരുമാനിക്കുന്നു. 2 മണിക്കൂറോളം അവർ യാത്ര തുടർന്നു. ബിങ്ഹാമിന്റെ നിഗമനം ശരിയായിരുന്നു. അങ്ങ് ദൂരെ തടികൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ പാലം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതൊരു പാലം എന്നൊന്നും പറയാൻ സാധിക്കില്ല. കുത്തിയൊലിക്കുന്ന നദികൾക്കിടയിൽ പൊങ്ങി നിൽക്കുന്ന പാറകളെ ബന്ധിപ്പിച്ചുകൊണ്ട് അടുക്കി വെച്ചിരിക്കുന്ന കുറെ തടിക്കഷ്ണങ്ങളായിരുന്നു അവ. ഹാരി ഫൂട്ട് അപകടകരമായി അടുക്കി വെച്ചിരിക്കുന്ന തടിക്ക് മുകളിലൂടെ കുത്തിയൊലിക്കുന്ന നദി മറികടക്കാൻ ആദ്യമൊന്ന് വിസമ്മതിച്ചു. ബിങ്ഹാം പക്ഷേ മുന്നോട്ട് പോകാൻ തന്നെ ഉറച്ചായിരുന്നു തയ്യാറെടുപ്പുകൾ. ഹാരി ഫൂട്ടിന്റെ ഭയം മാറ്റുന്നതിനായി ബിങ്ഹാം ഒരു തവണ ഈ നദി മുറിച്ചു കടന്ന് അപ്പുറം ചെന്നതിന് ശേഷം തിരികെ വന്നു. ഇതോടെ ഹാരി ഫൂട്ടിന് പോകാതിരിക്കാൻ നിവർത്തിയില്ലാതെയായി. അദ്ദേഹം ബിങ്ഹാമിനൊപ്പം നദി മറികടന്ന് യാത്ര തുടർന്നു. പിന്നീടുള്ള യാത്ര വളരെ ദുർഘടം പിടിച്ചത് തന്നെയായിരുന്നു. വളരെ ഇടതൂർന്ന കാടുകൾക്കിടയിലൂടെ അവർക്ക് പോകേണ്ടത് ചെങ്കുത്തായി കിടക്കുന്ന ഒരു വലിയ മലമുകളിലേക്കായിരുന്നു. 1.5 മണിക്കൂറിലധികം ദൂരം ഇങ്ങനെയുള്ള കുത്തനെയുള്ള ചരിവിലൂടെ അവർ പിടിച്ച് മുകളിലേക്ക് കയറി. അതിനുശേഷമാണ് അവർക്കൊന്ന് വിശ്രമിക്കാൻ തക്ക ചരിവ് കുറഞ്ഞ ഒരിടം അവർ കണ്ടത്. അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും അവർ ആ മല കയറാൻ തുടങ്ങി. കൈയും കാലും ഉപയോഗിച്ച് കയ്യിൽ കെട്ടിയ മരത്തിന്റെ വേരിലും പാറയിലും പിടിച്ച് അവർ മുകളിലേക്ക് സാവധാനം നീങ്ങി. ബിങ്ഹാമും സുഹൃത്ത് ഹാരി ഫൂട്ടും ഇപ്പോൾ നിൽക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 8000 അടി ഉയരത്തിലായിരുന്നു. ഈർപ്പം നിറഞ്ഞ പ്രതലമായിരുന്നു അവിടെ. രാത്രിയായാൽ യാത്ര വളരെ ദുഷ്കരമാകും. അതുകൊണ്ട് തന്നെ ഇരുട്ട് വീഴുന്നതിന് മുൻപ് മുകളിലെത്തണമെന്ന് ഇരുവരും തീരുമാനിച്ചു. ചെങ്കുത്തായ ആ മല അവർ കീഴടക്കി മുകളിലെത്തി. അപ്രതീക്ഷിതമായി അവിടെ അവരെ കാത്ത്, അല്ലെങ്കിൽ അവർ കയറി വരുന്നത് കണ്ടുകൊണ്ട് അവരെ സഹായിക്കാനായി അവിടെയുള്ള ഒരു ഗോത്രവർഗത്തിലെ ഒരു കൊച്ചു പയ്യൻ, അതായത് ഒരു 14-15 വയസ്സ് പ്രായം വരുന്ന ഒരു കൊച്ചു പയ്യൻ നിൽപ്പുണ്ടായിരുന്നു. മുകളിലേക്ക് കയറാൻ അവൻ ഇരുവരെയും സഹായിച്ചു. ബിങ്ഹാമും സുഹൃത്തും അവിടെ ഈ പയ്യനെ കണ്ട് ശരിക്കും അമ്പരന്നു. അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഗോത്രവർഗത്തിൽ നിന്നാണ് ഈ പയ്യൻ വരുന്നത്. ബിങ്ഹാം ഈ പയ്യനോട് തന്റെ യാത്രയുടെ ലക്ഷ്യത്തെപ്പറ്റി വിവരിച്ചു. ഇത് കേട്ടതും അവൻ ഇരുവരെയും തന്റെ കൂടെ വരാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഹാരി ഫൂട്ട് അപ്പോഴേക്കും അവശനായി കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന് വിശ്രമം ആവശ്യമായിരുന്നു. ഇത് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. ഒരു ചെരിഞ്ഞ പാറയുടെ മുകളിൽ ഒരു മരത്തിന്റെ ചുവട്ടിൽ അദ്ദേഹത്തെ വിശ്രമിക്കാൻ അനുവദിച്ചതിന് ശേഷം ബിങ്ഹാം ഈ പയ്യനൊപ്പം യാത്രയ്ക്ക് തയ്യാറായി. ഈ കൊച്ചു പയ്യൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയത് ഒരു കുന്നിന്റെ മുനമ്പിലേക്കാണ്. അവിടെ ചെന്നെത്താൻ അവർക്ക് ഏതാണ്ട് 2 മണിക്കൂറിലധികം സമയമെടുത്തു. അവിടെ അവൻ ബിങ്ഹാമിന് ഒരു കാഴ്ച കാട്ടിക്കൊടുത്തു. വളരെ അസാധാരണമായ അത്ഭുതകരമായ കാഴ്ച തന്നെയായിരുന്നു ബിങ്ഹാം അവിടെ കണ്ടത്. അതിമനോഹരമായി കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച മനുഷ്യനിർമ്മിതമായ നിർമ്മിതികൾ അവിടെ അദ്ദേഹം കണ്ടു. അവയിൽ ഓരോന്നിനും 100 അടിയിലധികം നീളവും 10 അടിയിലധികം ഉയരവും ഉണ്ടായിരുന്നു. അതിൽ പടർന്നു പിടിച്ച കാട്ടുവള്ളികൾ അവിടെ ഉണ്ടായിരുന്ന ഏതോ ഗോത്രമനുഷ്യർ എന്തിനോ വേണ്ടി വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. അവിടെ നിന്നും ആ കൊച്ചുപയ്യൻ അദ്ദേഹത്തെ മറ്റൊരിടത്തേക്ക് നയിച്ചു. അതിമനോഹരമായ കല്ലുകളിൽ തീർത്ത സംഗീതം പോലെ അത്ഭുതകരമായ കാഴ്ച തന്നെയായിരുന്നു അവിടെയും അവർ കണ്ടത്. അതിഭീമനായ പാറകൾക്കിടയിൽ കൊത്തിയുണ്ടാക്കിയ അതിമനോഹരമായ ഒരു ഗോപുരം ബിങ്ഹാം അവിടെ കണ്ടു. ഒരു അത്ഭുതമായ നിർമ്മിതിയിൽ നിന്നും മറ്റൊരു അത്ഭുതമായ നിർമ്മിതികളിലേക്ക് അദ്ദേഹത്തിന്റെ കൈപിടിച്ച് ആ കൊച്ചു പയ്യൻ നടന്നു. അതിരാജകീയമായി കല്ലുകളിൽ കൊത്തിത്തീർത്ത അതിമനോഹരമായ കോട്ടകൾ, അവയ്ക്കിടയിൽ അർദ്ധവൃത്താകൃതിയിൽ ഒരു ചെറിയ കെട്ടിടം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിന്റെ പുറം ഭിത്തി അല്പം ചരിഞ്ഞതും വളരെ സൂക്ഷ്മമായി വളച്ചും നിർമ്മിച്ചതായിരുന്നു. ഈ നിർമ്മിതി കുസ്കോയിലെ പ്രശസ്തമായ സൂര്യക്ഷേത്രവുമായി വളരെയധികം സാമ്യമുള്ളതായിരുന്നു. ഉറപ്പായും ആ നിർമ്മിതി ഒരു ജീനിയസ് ആർട്ടിസ്റ്റിന്റെ സൃഷ്ടിയാണെന്ന് കണ്ട മാത്രയിൽ ബിങ്ഹാമിന് മനസ്സിലായി. ഈ വൃത്താകൃതിയിലുള്ള ക്ഷേത്രത്തിന്റെ അകത്ത് ഒരു വലിയ പരന്ന കല്ല് ഉണ്ടായിരുന്നു. മനുഷ്യരുടെ ബലിയൊക്കെ കൊടുക്കുന്നതിന് തുല്യമായ സമാനമായ ഒരിടമായിരുന്നു അത്. ഇത് സാധാരണമായ ഒരു മനുഷ്യവാസ സ്ഥലമല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഈ നിർമ്മിതികളൊക്കെ തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച കൽപ്പണികളാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അക്കാലത്ത് കണ്ട കാര്യങ്ങൾ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്നതിൽ കൃത്യതയില്ലാത്ത സഞ്ചാരികളുടെ എണ്ണം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകം സഞ്ചാരികളെ സംശയകരമായ കണ്ണുകളോടെയാണ് നോക്കിക്കണ്ടിരുന്നത്. അതുകൊണ്ട് താൻ കണ്ടെത്തിയ ഈ അത്ഭുത കാഴ്ച ആരോടെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് പോലും അദ്ദേഹം സംശയിച്ചു. താൻ ഇങ്ങനെയൊരു സ്ഥലം കണ്ടെത്തിയതിന് തെളിവായി തൻ്റെ കയ്യിൽ കരുതിയിരുന്ന ക്യാമറ എടുത്ത് അദ്ദേഹത്തിന് കഴിയാവുന്ന ആംഗിളിലൊക്കെ ഈ നിർമ്മിതിയുടെ ചിത്രങ്ങൾ അദ്ദേഹം പകർത്തി. മറ്റേതോ ഒരു ലോകത്ത് നിൽക്കുന്ന അനുഭവമാണ് അദ്ദേഹത്തിന് അവിടെ നിൽക്കുമ്പോൾ ഉണ്ടായത്. ആശ്ചര്യകരമായ കാഴ്ചകളിൽ നിന്നും അതിലും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഓരോ നിർമ്മിതിയും ബിങ്ഹാമിന് പകർന്നു നൽകിയത്. എല്ലാം കൊത്തിയെടുത്ത ഗ്രാനൈറ്റുകളാൽ നിർമ്മിക്കപ്പെട്ട അതിമനോഹരമായ നിർമ്മിതികൾ തന്നെയായിരുന്നു. അസ്തമിക്കാനൊരുങ്ങുന്ന സൂര്യന്റെ പ്രഭയിൽ ആ നിർമ്മിതികൾ ഇൻകകളുടെ പ്രതാപകാലവും അവരുടെ ഹാർഡ് വർക്കും വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ബിങ്ഹാം അത്യപൂർവമായ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തെ കുഴയ്ക്കുന്ന, ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം കണ്ടെത്തിയത് എന്താണ്? അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം അദ്ദേഹത്തിന് ലഭിച്ചില്ല. ഇങ്ങനെയൊരു നിർമ്മിതി തേടിയല്ല അദ്ദേഹം യാത്ര തുടങ്ങിയത്. അപ്രതീക്ഷിതമായി തന്നെയാണ് ഈ മഹാത്ഭുതത്തിന്റെ നടുവിൽ അദ്ദേഹം എത്തിയത്.
ആകെ ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ ബിങ്ഹാം നിൽക്കുന്നത് കുസ്കോയിൽ നിന്നും 70 മൈലുകൾ അകലെയാണ്. വിറ്റ്കോസ് കുസ്കോയിൽ നിന്നും ഏതാണ്ട് 100 മൈലുകൾ അകലെയാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിറ്റ്കോസ് ആയിരിക്കാൻ സാധ്യതയില്ല. അവിചാരിതമായിട്ടാണ് എങ്കിലും അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത് മാച്ചു പിച്ചു എന്ന ലോകാത്ഭുത നിർമ്മിതിക്ക് നടുവിലേക്കാണ്. പക്ഷേ അത് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിച്ചില്ല. ഇൻകകളുടെ അവസാന നഗരം കണ്ടെത്താൻ വിറ്റ്കോസ് തേടിയാണ് അദ്ദേഹം കുസ്കോയിൽ നിന്നും യാത്ര തുടങ്ങിയത്. പക്ഷേ കുസ്കോയിലേക്ക് 100 മൈലുകൾ ദൂരമുണ്ട്. അവിടെ നിന്നും 2 ദിവസത്തെ യാത്രാ ദൂരമാണ് വിൽക്കബാംബ എന്ന ഇൻകകളുടെ അവസാന നഗരത്തിലേക്ക് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ബിങ്ഹാം നിൽക്കുന്നത് എവിടെയാണ് എന്ന ചോദ്യം അദ്ദേഹത്തെ കുഴപ്പിക്കുന്നുണ്ട്. ആകെ ആശയക്കുഴപ്പത്തിലായ ബിങ്ഹാം ഒരെത്തും പിടിയുമില്ലാതെ നിൽക്കുമ്പോഴാണ് ഒരു കാഴ്ച അദ്ദേഹം കാണുന്നത്. ഈ നിർമ്മിതികളിലെ ഒരു ചുവരിന്റെ കല്ലിൽ കറുത്ത നിറത്തിൽ എന്തോ കുറിച്ചിരിക്കുന്നു. ബിങ്ഹാമിന്റെ ഹൃദയമിടിപ്പ് കൂടി. അദ്ദേഹം അതിന്റെ അരികിലേക്ക് ചെന്ന് അത് വായിച്ചു. ലിസാർ രാഗ 1902 എന്നായിരുന്നു അവിടെ കുറിച്ചിരുന്നത്. ഈ കുറിപ്പ് യഥാർത്ഥത്തിൽ ബിങ്ഹാമിനെ നിരാശപ്പെടുത്തി. ഈ മഹാനിർമ്മിതി തന്നേക്കാൾ മുൻപ് ആരോ ഒരാൾ കണ്ടെത്തി കഴിഞ്ഞതാണ് എന്ന ചിന്ത അദ്ദേഹത്തിൽ പടർന്നു. ഒരിക്കലും അതൊരു പര്യവേഷകന്റെ പേരായിരിക്കരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എങ്കിലും തൻ്റെ ഡയറിയിൽ ഈ കുറിപ്പ് രേഖപ്പെടുത്താൻ അദ്ദേഹം മറന്നില്ല. ഒരു വലിയ പ്രശസ്തിയുടെ ഉന്നതിയിൽ താൻ എത്തി എന്ന ചിന്തയിൽ നിന്നും നിരാശയിലേക്ക് മാറിയ മനസ്സുമായിട്ടാണ് ബിങ്ഹാം അവിടെ നിന്നും മലയിറങ്ങാൻ തുടങ്ങിയത്. തിരികെ തങ്ങളുടെ ക്യാമ്പ് സൈറ്റിലേക്ക് എത്തിയ അദ്ദേഹം ഇങ്ങനെയൊരു അത്ഭുത സൃഷ്ടി കണ്ടെത്തിയ വിവരം ആരോടും പറയാൻ നിന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ഹാരി ഫൂട്ട് ഈ പ്രദേശത്തേക്ക് പോകാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനും ഇതിനെപ്പറ്റി ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹവും അതിനെപ്പറ്റി ഒന്നും തന്നെ പ്രതിപാദിച്ചില്ല. പക്ഷേ ലിസാർ രാഗ 1902 എന്ന കുറിപ്പിനെ കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാമ്പിലേക്ക് തിരികെ എത്തിയതിനു ശേഷം ലിസാർ രാഗ 1902 എന്ന കുറിപ്പിനെ പറ്റി അദ്ദേഹം അന്വേഷിച്ചു. അദ്ദേഹം ലിസാർ രാഗ എന്നത് അഗസ്റ്റിൻ ലിസാർ രാഗ എന്ന കർഷകനായ പര്യവേഷകന്റെ പേരാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹമാണ് ആദ്യമായി മാച്ചു പിച്ചുവിൽ എത്തിയതെന്നും ബിങ്ഹാമിനോട് അദ്ദേഹം പറഞ്ഞു. ഈ നിർമ്മിതിയുടെ പേര് മാച്ചു പിച്ചു എന്നാണെന്നുള്ളത് ബിങ്ഹാമിന് അപ്പോഴാണ് മനസ്സിലായത്. ഈ ലിസാർ രാഗ അവർ അപ്പോൾ താമസിച്ചിരുന്ന ക്യാമ്പിന്റെ തൊട്ട് താഴെയുള്ള മിഗുവൽ പാലത്തിന്റെ അടുത്താണ് താമസിക്കുന്നത് എന്നുള്ള വിവരം ബിങ്ഹാമിന് ലഭിച്ചു. ഇതൊക്കെ ബിങ്ഹാം തന്റെ ഡയറിക്കുറിപ്പിൽ കൃത്യമായി കുറിക്കുന്നുണ്ടായിരുന്നു. അതെ, താൻ കണ്ടെത്തി എന്ന് കരുതിയ അത്ഭുതകരമായ നിർമ്മിതി യഥാർത്ഥത്തിൽ കണ്ടെത്തിയത് ലിസാർ രാഗ എന്ന വ്യക്തിയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇതോടെ അദ്ദേഹം അഗസ്റ്റിൻ ലിസാർഗ എന്ന ആളെ തേടി ഇറങ്ങി. അന്വേഷണങ്ങൾക്കൊടുവിൽ ബിങ്ഹാം അഗസ്റ്റിൻ ലിസാർഗയുടെ വീട്ടിൽ എത്തിച്ചേരുന്നു. പക്ഷേ ഈ സമയം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ലിസാർ രാഗയുടെ സഹോദരനെ കണ്ടുമുട്ടാൻ ബിങ്ഹാമിന് സാധിച്ചു. ബിങ്ഹാം കണ്ടെത്തിയ മാച്ചു പിച്ചുവിനെ പറ്റി അവർക്കറിയാമെന്നും അവിടെ പ്രാദേശികമായ പലരും കൃഷി നടത്തിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അവരിൽ ഒരാൾ മാത്രമായിരുന്നു തൻ്റെ ജ്യേഷ്ഠനായ ലിസാർ രാഗ എന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടെ താൻ കരുതിയതുപോലെ ലിസാർ രാഗ ഒരു പരിവേഷകനല്ല എന്നും ഒരു സാധാരണ പ്രാദേശിക പെറൂവിയൻ കർഷകൻ മാത്രമാണ് എന്നും ബിങ്ഹാം മനസ്സിലാക്കി. ഇതോടെ ഒരു പരിവേഷകൻ എന്ന നിലയിൽ ആദ്യം മാച്ചു പിച്ചു എന്ന സ്ഥലത്തെത്തിയയാൾ താനാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു. അടുത്ത ദിവസം തന്നെ ബിങ്ഹാമും കൂട്ടരും ഇൻകകളുടെ അവസാന നഗരമെന്ന് അദ്ദേഹം ധരിച്ചിരുന്ന വിൽക്കബാംബ കണ്ടെത്താൻ യാത്ര ആരംഭിച്ചു. അതിനായി അദ്ദേഹത്തിന് ആദ്യം കണ്ടെത്തേണ്ടിയിരുന്നത് വിറ്റ്കോസിനടുത്തുള്ള ആ വെളുത്ത പാറ തന്നെയായിരുന്നു. യേൽ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയിൽ അദ്ദേഹം വായിച്ച സ്പാനിഷ് വിവരണങ്ങൾ അതേപടി അദ്ദേഹം പിന്തുടർന്നു. അവർ കടന്നു പോകുന്ന വഴികളിലെ പ്രദേശവാസികളോടെല്ലാം തങ്ങൾ അന്വേഷിക്കുന്നത് പോലെയുള്ള എന്തെങ്കിലും അവശിഷ്ടങ്ങൾ എവിടെയെങ്കിലും കണ്ടോ എന്നും എന്തിനെ പറ്റിയെങ്കിലും അറിയാമോ എന്നും ചോദിച്ചുകൊണ്ട് തന്നെയാണ് അവർ യാത്ര നടത്തിയത്. ഇതുകൂടാതെ അവർക്ക് മുന്നോട്ട് യാത്ര ചെയ്യുന്നതിനായി അവിടെ തന്നെയുള്ള ഒരു പ്രദേശവാസിയെ ഗൈഡായി കൂടെ കൂട്ടി. ആൻഡീസ് പർവ്വതത്തിന്റെ താഴ്വരകളിലേക്ക് കടന്നു ചെന്ന് ഇതുവരെ മാപ്പ് ചെയ്യപ്പെടാത്ത പ്രദേശങ്ങളിലേക്ക് അവർ കടന്നു കയറി. ഈ അന്വേഷണ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ബിങ്ഹാം കണ്ടെത്തിയ മാച്ചു പിച്ചുവിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം മാറ്റിവെച്ചു. ഈ യാത്രയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരിടമാണ് അതെന്ന് അദ്ദേഹം കരുതി. ദിവസങ്ങൾ അവരുടെ യാത്ര നീണ്ടുനിന്നു. 1911 ഓഗസ്റ്റ് 9 ഉച്ചകഴിഞ്ഞ് സ്പാനിഷ് വിവരണങ്ങളിൽ പരാമർശിച്ചിരുന്ന വിറ്റ്കോസിന് സമീപമുള്ള ആ പവിത്രമായ വെളുത്ത പാറ അവർ കണ്ടെത്തി. ഇൻക സാമ്രാജ്യത്തിന്റെ നേതാവായിരുന്ന മാൻകോ നിർമ്മിച്ച നഗര തലസ്ഥാനങ്ങളിൽ ഒന്ന് അവർ കണ്ടെത്തിയെന്ന് ഉറപ്പിച്ചു. ഇനി കണ്ടെത്തേണ്ടത് ഈ പാറയ്ക്ക് സമീപമുള്ള വിറ്റ്കോസ് എന്ന നഗരമാണ്. അത് കണ്ടെത്തിയാൽ മാത്രമേ ശരിയായ പാതയിലാണ് അവർ എന്ന് ഉറപ്പിക്കാനും സാധിക്കും. ഈ പാറയുടെ വളരെ അടുത്താണ് വിൽക്കബാംബ എന്നുള്ളത് വളരെ വ്യക്തമായി സ്പാനിഷ് വിവരണങ്ങളിൽ പറയുന്നുമുണ്ട്. ഇനി വിൽക്കബാംബയിലേക്കുള്ള ദൂരം വെറും 2 ദിവസങ്ങൾ മാത്രമാണ് എന്നുള്ള വിവരം ബിങ്ഹാമിനെ ആവേശത്തിലാക്കി. ഇനി അദ്ദേഹത്തിന് കണ്ടെത്താനുള്ളത് സ്പാനിഷ് കുടിയേറ്റക്കാർ അവരെ തിരഞ്ഞു ചെല്ലാൻ സാധ്യതയില്ല എന്ന് കരുതി അവർ നിർമ്മിച്ച അവസാന നഗരമായിരുന്നു. ഇനി ബിങ്ഹാമിന്റെ യാത്ര ആൻഡീസ് പർവ്വതനിരകളിൽ നിന്ന് മാറി ആമസോണിന്റെ ഇടതൂർന്ന അപകടകരമായ കാടുകളിലൂടെയായിരുന്നു. ഈ യാത്ര മാച്ചു പിച്ചു നിലനിൽക്കുന്ന പർവ്വത പ്രദേശങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. തദ്ദേശീയരായ പെറു ജനത പോലും
കടന്നു ചെല്ലാൻ ഭയപ്പെടുന്ന ഇടം. വനത്തിനുള്ളിലെ ഗോത്രവർഗ്ഗക്കാർക്ക് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന വനപാതയിലൂടെ മാത്രമേ ഇൻകകളുടെ നഗരമായ വെൽക്കബാംബയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ എന്ന് തദ്ദേശീയരായ ഗൈഡുകൾ അദ്ദേഹത്തോട് പറഞ്ഞു. ഇടതൂർന്ന കാടുകൾക്കിടയിലൂടെ അതികഠിനമായ അവരുടെ യാത്ര ദിവസങ്ങൾ പിന്നിട്ടു. എല്ലാവരും ക്ഷീണിതരായിരിക്കുന്നു. ഒടുവിൽ ബിങ്ഹാമിൻ്റെയും കൂട്ടരുടെയും ആ അന്വേഷണ യാത്ര വിജയം കണ്ടു. മഴക്കാടുകൾക്കിടയിൽ പ്രകൃതി കീഴടക്കിയ നിലയിൽ ഒരു ചെറു ഗ്രാമത്തിൻ്റെ അവശിഷ്ടങ്ങൾ അദ്ദേഹം കണ്ടെത്തി. മരത്തിൻ്റെ വേരുകളും പായലുകളും മൂടി പതുക്കെ പതുക്കെ പ്രകൃതിയിലേക്ക് ലയിച്ചു പോയ ഒരു ഗ്രാമത്തിൻ്റെ അവശിഷ്ടം. അവർ കണ്ടെത്തിയ കെട്ടിടാവശിഷ്ടങ്ങൾ വളരെ അപൂർണമായിരുന്നു. അവ നിർമ്മിച്ചിരിക്കുന്ന പാറകൾ വളരെ പരുക്കവും ഉറപ്പ് കുറഞ്ഞതുമായിരുന്നു. അവിടെ ക്യാമ്പ് ചെയ്ത് അവർ വിപുലമായ രീതിയിൽ അവിടെ പഠനം നടത്തി. ആ അവശിഷ്ടങ്ങൾക്കിടയിൽ കുഴിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചു. വളരെ കഠിനാധ്വാനം നടത്തിയെങ്കിലും അവർക്ക് കാര്യമായ ഒന്നും തന്നെ അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല. കൂടുതൽ പരിശോധനയും പഠനവും നടത്തിയ ബിങ്ഹാമിന് അത് വിൽക്കബാംബയാകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലായി. ഇൻകകളുടെ അവസാന അഭയകേന്ദ്രം ഇവിടെയല്ലെങ്കിൽ മറ്റെവിടെയായിരിക്കാം? ഈ ചോദ്യം അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥനാക്കി. വളരെ സമയമെടുത്ത് അദ്ദേഹം തെളിവുകൾ ശേഖരിക്കാനും അവയൊക്കെ പഠിക്കാനും തുടങ്ങി. യേൽ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം വായിച്ച സ്പാനിഷ് വിവരണങ്ങളിൽ വിൽക്കബാംബ ഒരു വലിയ നഗരമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇൻകകളുടേതെന്ന് കരുതുന്ന ഏറ്റവും വലിയ നിർമ്മിതി മാച്ചു പിച്ചു തന്നെയാണ് എന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു. ആമസോൺ കാടുകളിൽ അദ്ദേഹം കണ്ട ഒരു നിർമ്മിതിയും മാച്ചു പിച്ചു നിർമ്മിച്ചിരിക്കുന്ന കല്ലുകളുമായി ഒരു ബന്ധവും ഇല്ലാത്തത് തന്നെയായിരുന്നു. മാത്രമല്ല, ഇൻകകൾ ഒരിക്കലും ഇങ്ങനെയൊരു കാട്ടിൽ ഇങ്ങനെയൊരു പരിതസ്ഥിതിയിൽ ജീവിക്കാൻ തയ്യാറാവുകയില്ല എന്നും അദ്ദേഹത്തിന് തോന്നി. പക്ഷേ അന്ന് അവർ ആഗ്രഹിച്ചിരുന്ന ഏകാന്തതയും സുരക്ഷയും ഈ കാടുകൾക്ക് നൽകാൻ സാധിക്കും എന്നും അദ്ദേഹത്തിന് തോന്നി. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ മറ്റൊരു ചിന്ത ഓടി വന്നു. വിറ്റ്കോസിൽ നിന്നും മറ്റൊരു ദിശയിലേക്ക് യാത്ര ചെയ്താൽ 2 ദിവസം കൊണ്ട് ചെന്നെത്താവുന്ന മറ്റൊരു സ്ഥലം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അവർ ഇപ്പോൾ നിൽക്കുന്ന ഇടത്തേക്ക് യാത്ര ചെയ്ത ദിക്കിന്റെ എതിർവശത്തേക്ക് യാത്ര ചെയ്താൽ 2 ദിവസം കൊണ്ട് ചെന്നെത്താവുന്ന സ്ഥലം മാച്ചു പിച്ചു തന്നെയായിരുന്നു. ഒടുവിൽ അദ്ദേഹം അത് ഉറപ്പിച്ചു. യഥാർത്ഥ വിൽക്കബാംബ മാച്ചു പിച്ചു തന്നെയാണ് എന്ന്. 1911 അവസാനത്തോടെ ബിങ്ഹാം തിരികെ അമേരിക്കയിലേക്ക് എത്തി. തൻ്റെ കണ്ടുപിടുത്തങ്ങൾ തെളിയിക്കാനും തൻ്റെ നിഗമനങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാനും അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ ലണ്ടനിലെ ജിയോഗ്രാഫിക് മാസികയിൽ ഒരു ചെറിയ കോളത്തിൽ മാത്രമായി ഈ വിവരങ്ങൾ ഒതുങ്ങിപ്പോയി. 1912 വീണ്ടും ബിങ്ഹാം മാച്ചു പിച്ചു സന്ദർശിക്കുന്നു. ഈ സന്ദർശനത്തിൽ ഇൻകകളുടെ അവസാന അഭയകേന്ദ്രമായ വിൽക്കബാംബ മാച്ചു പിച്ചു തന്നെയാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ഇതോടെ യേൽ യൂണിവേഴ്സിറ്റിയും ജിയോഗ്രാഫിക് സൊസൈറ്റിയും ചേർന്ന് മാച്ചു പിച്ചുവിനെ കൂടുതൽ പഠിക്കാനായി ഒരു ഗ്രൂപ്പിനെ നിയമിക്കുന്നു. ഇതിന്റെ തലവനായി എത്തിയതും ബിങ്ഹാം തന്നെയായിരുന്നു. ഈ പഠനത്തിൽ വന്ന ഓരോ അറിവുകളും ഓരോ അത്ഭുതങ്ങളായിരുന്നു. മാച്ചു പിച്ചുവിന്റെ നിർമ്മാണ രീതിയും അതിന്റെ വാസ്തുവിദ്യയും ലോകത്തെയൊക്കെ അമ്പരപ്പിച്ചുകൊണ്ടിരുന്നു. ഓരോ ദിവസവും അച്ചടിച്ചുകൊണ്ടിരുന്ന പത്രങ്ങളിൽ, മാസികകളിലൊക്കെ മാച്ചു പിച്ചു എന്ന അത്ഭുത പ്രതിഭാസം ഇടം നേടി. വളരെ വൈകാതെ തന്നെ നാഷണൽ ജിയോഗ്രഫിക് മാഗസീനിൽ മാച്ചു പിച്ചുവും അത് കണ്ടെത്തിയ ബിങ്ഹാമും താരമായി മാറി. 1913 ഏപ്രിലിൽ പെറുവിലെ വണ്ടർലാൻഡ് എന്ന പത്രത്തിൽ മാച്ചു പിച്ചു എന്ന അത്ഭുതത്തെക്കുറിച്ചും അത് കണ്ടെത്തിയ ബിങ്ഹാമിനെ കുറിച്ചുമുള്ള അത്ഭുതകരമായ വിവരണം ആദ്യ പേജിൽ തന്നെ അടിച്ചു വന്നു. ഇതോടെ ഈ വാർത്ത ലോകമെമ്പാടും പടർന്നു. ഇതോടെ ലോകത്തുള്ള എല്ലാവർക്കും മാച്ചു പിച്ചു തന്നെയാണ് ഇൻകകളുടെ വിൽക്കബാംബ എന്ന് ഉറപ്പിക്കാനായി. അത് കണ്ടെത്തിയത് ഹെറാം ബിങ്ഹാം എന്ന മനുഷ്യനാണെന്നും ലോകമറിഞ്ഞു. ഇതോടെ അദ്ദേഹം ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച പരിവേഷകരിൽ ഒരാളായി ഇടം പിടിച്ചു. പക്ഷേ അവിടെയും ഒരു ചോദ്യം മുഴച്ചു നിൽക്കുന്നുണ്ട്. ആമസോൺ കാടുകളിൽ ബിങ്ഹാം നടത്തിയ പരിവേഷണ യാത്രയിൽ കണ്ടെത്തിയ വിൽക്കബാംബയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് അദ്ദേഹം അന്ന് കണ്ടെത്തിയത്. 50 വർഷങ്ങൾക്കിപ്പുറം ജീൻ സവോയ് എന്ന പരിവേഷകൻ എസ്പിരിറ്റു പമ്പ എന്നറിയപ്പെടുന്ന ഈ നഗരത്തിന്റെ കൂടുതൽ ഭാഗങ്ങൾ കണ്ടെടുത്തു. അവിടെ 300-ലധികം വീടുകൾ അദ്ദേഹം കണ്ടെത്തി. ബിങ്ഹാമിന്റെ കണ്ടെത്തലിൽ നിന്ന് വിരുദ്ധമായി യഥാർത്ഥ വിൽക്കബാംബ എസ്പിരിറ്റു പമ്പയാണെന്ന് സവോയി അഭിപ്രായപ്പെട്ടു. ഈ കണ്ടുപിടുത്തം മാച്ചു പിച്ചുവിനേക്കാൾ വലിയ നിർമ്മിതിയാണ് എസ്പിരിറ്റു പമ്പ എന്ന് തെളിയുന്നു. മാത്രമല്ല, എസ്പിരിറ്റു പമ്പ തന്നെയാണ് ഇൻകകളുടെ അവസാന അഭയകേന്ദ്രമെന്നും ചില ചരിത്രകാരന്മാർ ഇന്ന് വിശ്വസിക്കുന്നുണ്ട്. വിൽക്കബാംബ എന്നത് എസ്പിരിറ്റു പമ്പയാണെങ്കിലും അത് ആദ്യം കണ്ടെത്തിയത് ബിങ്ഹാം തന്നെയാണ്. 5-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഇൻകകൾ നിർമ്മിച്ച അത്ഭുത നിർമ്മിതി തന്നെയായിരുന്നു മാച്ചു പിച്ചു. സ്പാനിഷുകാർ അവിടെ എത്തുന്നതിനും 75 വർഷങ്ങൾക്ക് മുൻപാണ് ഈ നിർമ്മിതി ഉണ്ടായിരിക്കുന്നത്. ഇൻകകളുടെ തലസ്ഥാന നഗരമായ കുസ്കോയിൽ കാലാവസ്ഥ അതികഠിനമാകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരികൾ വിശ്രമ കേന്ദ്രമായും ഉല്ലാസ കേന്ദ്രമായും ഒക്കെ മാച്ചു പിച്ചുവിനെ പരിഗണിച്ചിരുന്നു. ഇൻക സാമ്രാജ്യത്തിന്റെ രാജാവായിരുന്ന പച്ചക്കുട്ടിക്ക് വേണ്ടിയുള്ള ഒരു ശീതകാല കൊട്ടാരമായിട്ടാണ് ഇത് നിർമ്മിച്ചതെന്നും വീക്ഷിക്കപ്പെടുന്നുണ്ട്. വളരെ അതിശയകരമായ കാലാവസ്ഥയും അന്തരീക്ഷവും
ഈ സ്ഥലത്തെ മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നുമുണ്ട്. 1532 സ്പാനിഷുകാർ പെറുവിലെത്തുന്നതിന് വളരെ മുൻപ് തന്നെ ഇൻകകൾ ഈ പ്രദേശം ഉപേക്ഷിച്ചു എന്ന് ഇപ്പോഴത്തെ പഠനങ്ങളിൽ നിന്നും കരുതപ്പെടുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇത്രയും മനോഹരമായ ഒരു ശൈത്യകാല വിശ്രമ കേന്ദ്രം അവർ ഉപേക്ഷിച്ചത്? അത് ഇന്നും ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്നു. എന്തുതന്നെയായാലും ഹെറാം ബിങ്ഹാമിന്റെ മഹത്തായ കണ്ടുപിടുത്തമായി ഇന്നും മാച്ചു പിച്ചു നിലനിൽക്കുന്നു. സ്വന്തം മുൻവിധിയുടെയും നിഗമനങ്ങളുടെയും വഴിയിലൂടെ സഞ്ചരിച്ച അദ്ദേഹം ഇന്നും പര്യവേഷകർക്ക് ഒരു അത്ഭുത മനുഷ്യൻ തന്നെയാണ്. ലോകപ്രശസ്തനാകാൻ ആഗ്രഹിച്ച അദ്ദേഹം അത് നേടിയെടുക്കുകയും ചെയ്തു. മാച്ചു പിച്ചു മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരുപാട് ഇൻക നിർമ്മിതികൾ അദ്ദേഹം കണ്ടെത്തി. വിൽക്കപാമ്പ എന്നത് മാച്ചു പിച്ചു ആണെങ്കിലും എസ്പിരിറ്റു പമ്പയാണെങ്കിലും ഇത് രണ്ടും ഏതൊരു മനുഷ്യനും ആസ്വദിക്കാൻ തക്കവിധം കണ്ടെത്തി നൽകിയത് ഹെറാം ബിങ്ഹാം തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ